അടുത്തത് കന്നി കൂറാണ്. ഉത്തരത്തിൻ്റെ മുക്കാല്, അതായത് ഉത്തരത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്തിരയുടെ 1, 2 പാദങ്ങൾ ചേർന്നതാണ് കന്നിക്കൂറ്. വ്യാഴം ഇവർക്ക് 11ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് പൂർവവൽ ചെയ്ത പദ്ധതികളുടെ അല്ലെങ്കിൽ ശ്രമങ്ങളുടെ ഫലം അനുഭവിക്കാനുള്ള ഒരു കാലമാണ്. അതായത് മുൻകൂട്ടി ശ്രമം ചെയ്ത് ചില സ്ഥാനക്കയറ്റങ്ങളോ അല്ലെങ്കിൽ ചില വലിയ ബിസിനസ് സംരംഭങ്ങൾക്ക് മുൻകൂട്ടി ചെയ്ത പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലം അനുഭവിക്കാനും അതുപോലെ തന്നെ ചില അംഗീകാരങ്ങൾ കിട്ടാനും ഒക്കെ സാധ്യതയുണ്ട്. മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ വലിയ കോൺട്രാക്റ്റുള്ള അവരിൽ നിന്നുമൊക്കെ അനുകൂലമായിട്ടുള്ള ചില പിന്തുണ ഉണ്ടാകും. അതുമൂലമുള്ള ലാഭങ്ങളും ഒക്കെ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ടും നേട്ടങ്ങളാണ്, സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകും. മുൻപേ വിചാരിച്ചിരുന്ന നമുക്ക് വന്നു ചേരാനുള്ള ധനവുമൊക്കെ വന്നു ചേരാനുള്ള കാലമാണ്. നിക്ഷേപങ്ങളിൽ നിന്നും ഒക്കെ ഉള്ള ലാഭവും കിട്ടാനുള്ള സമയമാണ്. അതിന് അനുകൂലമായിട്ടുള്ള ഒരു പരിതസ്ഥിതിയാണ് അവർക്കുള്ളത്. കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാം. കുടുംബാംഗങ്ങളെക്കുറിച്ച് ചില അഭിമാനകരമായിട്ടുള്ള ചില നേട്ടങ്ങൾ ഉണ്ടാക്കുകയും അതുകൊണ്ട് കുടുംബത്തിൽ പൊതുവെ സന്തോഷവും ഒക്കെ ഐക്യവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് വളരെ നല്ലത് തന്നെയാണ്. മറ്റ് ദോഷങ്ങളൊന്നും ശാരീരിക പ്രശ്നങ്ങളോ ഒന്നും കാണുന്നില്ല. എങ്കിലും ജോലി ഭാരം കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ടുണ്ടാകുന്ന വിശ്രമക്കുറവുകൾ കൊണ്ടുണ്ടാകുന്ന ചില ക്ഷീണങ്ങളോ ഒക്കെ തന്നെയുള്ളൂ. മറ്റ് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ വരാൻ സാധ്യത കുറവാണ്. ഇവർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ദേവീ സ്തവം ജപിക്കുക, ദേവീ ക്ഷേത്ര ദർശനം നടത്തുക, അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ പ്രദാനം ചെയ്യാൻ നല്ലതാണ്.